മദീനയെ കുറിച്ച് മാത്രമല്ല, മദീന എന്ന ആ നഗരം, ആ നഗരത്തിലെ നായകൻ, ആ നഗരത്തിലെ അന്തേവാസികൾ, അവരുടെ സ്വഭാവങ്ങൾ, ആ സ്വഭാവം വീണ്ടും അതോടുകൂടി മദീന അവസാനിക്കുന്നുവോ ഇല്ലയോ? അതല്ല, മദീനയും മദീനയുടെ നായകനും മദീനയിലെ അന്തേവാസികളും ലോകാവസാനം വരെ ഒരു തലമുറയുടെ പ്രവാഹമായി കടന്നു വരുന്നോ ഇല്ലയോ? വിശുദ്ധമായ ഖുർആൻ എന്തു പറയുന്നു? ആ മദീനയുടെ സ്വഭാവം നമ്മുടെ നാടുകളിലും ഉണ്ടായാൽ അതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്തൊക്കെയാണ്? ഫീ ലൗഹിൽ ഖുർആനി വൽ ഹദീസ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഇങ്ങനെ 5 ഉപവിഭാഗങ്ങളായി, ഉപവിഷയങ്ങളായിട്ടാണ് നമ്മുടെ ഈ സദസ്സ് 2 ദിവസം കൊണ്ട് അവസാനിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ലോക ചരിത്രത്തിൽ ധാരാളമായി തർക്ക വിതർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, പല കാര്യങ്ങളെ ചെയ്യും. പക്ഷേ ലോക പ്രശസ്തരായ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു കാര്യത്തിൽ പരസ്പര ബഹുമാനത്തോടെ പരസ്പര ആദരവ് തന്നെ നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. മക്കയ്ക്കാണോ ബഹുമാനം കൂടുതൽ, അതെല്ലാം മദീനയ്ക്കാണ്? ഏറ്റവും കൂടുതൽ പവിത്രത ഏത് ഭൂമിക്കാണ്? ഇക്കാര്യത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിതന്മാര് തമ്മിൽ നമ്മെ വല്ലാതെ വിസ്മയത്തിന്റെയും അനുരാഗത്തിന്റെയും അത്ഭുതത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും പദവിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത തർക്കം നമുക്ക് കാണാം. ഭൂരിഭാഗം പണ്ഡിതന്മാർ അത് ഏറ്റവും കൂടുതൽ പവിത്രത മക്കയ്ക്കാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ വിശ്വാസം ബന്ധപ്പെട്ട് കിടക്കുന്ന 2 നഗരങ്ങളാണ് മക്കയും മദീനയും. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു, ലോക ചരിത്രത്തിൽ ഇസ്ലാമിക ദർശനത്തിൽ ഇസ്ലാമിക ശരീഅത്തിൽ ഏറ്റവും കൂടുതൽ പവിത്രത മക്കയ്ക്കാണ്. കാരണം മക്കയാണ് ഏറ്റവും മുബാറക്കായ സ്ഥലം. അതിനവര് തെളിവായി പറഞ്ഞത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് മക്ക പവിത്രമാണെന്ന്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൻ ലിൽ ആലമീൻ. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു തന്നെ പറഞ്ഞത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, ബക്കത്തുൽ മുബാറക, അനുഗ്രഹീതമായ താഴ്വര എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിച്ചത് മക്കയെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് മക്കയാണ് ഏറ്റവും പവിത്രമായ. ഇസ്ലാമിക സമൂഹം ഒരു ദിവസം 5 പ്രാവശ്യം അവർ നെഞ്ചു തിരിച്ചു വെച്ചിരിക്കുന്ന കഅബാലയം എന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ പുണ്യഗേഹം. ഈ ലോകത്തിന്റെ തന്നെ അസ്തിത്വത്തിന്റെ കാരണമെന്ന് വിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനം കൊടുത്ത വിശുദ്ധമായ കഅബാലയം നിലനിൽക്കുന്നത് മക്കയിലായതുകൊണ്ടും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനായ മണ്ണ് മക്കയായതുകൊണ്ടും ആ മക്കയാണ് പവിത്രതയുടെയും പരിശുദ്ധതയുടെയും പരിപാവനതയും കാര്യത്തിൽ ഒന്നാമത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുമ്പോൾ മദീനയ്ക്ക് പദവി കുറവായതുകൊണ്ടല്ല, അവരുടെ മനസ്സിൽ മദീനയെ കുറിച്ചുള്ള പവിത്രത കുറവായതുകൊണ്ടല്ല. പക്ഷേ മറുവിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞു, ഇല്ല, ഏറ്റവും കൂടുതൽ പവിത്രത മദീനയ്ക്കാണ്, ഏറ്റവും കൂടുതൽ പവിത്രത മദീനയ്ക്കാണ്. എന്താണ് അവര് പറഞ്ഞതെന്നറിയോ? മദീനക്കാണ് ഏറ്റവും കൂടുതൽ പവിത്രത എന്ന് പറയാനുള്ള കാരണം എന്താ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ ലോകത്തോട് പറഞ്ഞ ഓമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഓമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ നബിയേ, സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ, സർവ്വലോകത്തിന് സർവ്വഭൂഖണ്ഡങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങേതാണ് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഈ അഖിലലോക ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ മുഴുവനും അനുഗ്രഹമായി വന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ,
അള്ളാന്റെ റസൂലിന്റെ പവിത്രമായ ശരീരം കിടന്നുറങ്ങുന്നത് മദീനയിലല്ലേ. അതുകൊണ്ട് മദീനക്കാണ് പവിത്രതയെന്ന് ഇമാമു ദാരിൽ ഹിജറ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി അടക്കമുള്ള പണ്ഡിതന്മാര് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്പര ബഹുമാനം നിലനിർത്തി മറ്റൊന്നിനെ ഇകഴ്ത്താനില്ല, മറ്റൊന്നിനെ താഴ്ത്താനില്ല, ഒന്നിനോടുള്ള അനുരാഗം മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോ മക്കയാണോ മദീനയാണോ അനുഗ്രഹീതമെന്ന കാര്യത്ത് ലോക പ്രശസ്തരായ മഹാരഥന്മാരായ പണ്ഡിത പടുക്കൾ പോലും തർക്കം പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമായ ഗേഹമില്ലേ, ആ ഗേഹമാണ് മദീന. ആ മദീനയ്ക്ക് പവിത്രത കിട്ടാനുള്ള കാരണം എന്തെന്നറിയോ? ആദ്യം നമുക്ക് മദീന പരിചയപ്പെടാം. എന്താണ് ആ നഗരത്തിന്റെ പ്രത്യേകത? എന്താണ് ആ നഗരത്തിന്റെ പ്രത്യേകത? അള്ളാന്റെ റസൂലിന് അഭയമരുളിയ മദീന, അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ ശരീരം ഏറ്റുവാങ്ങിയ മദീന. ആ മദീനയിലല്ലയോ അള്ളാന്റെ റസൂല് കിടക്കുന്നത്? സഹോദരങ്ങളെ, അനുരാഗത്തിന്റെ തീവ്രതയിൽ നോക്കിയാൽ, ആശിക്കിന്റെ ഹൃദയത്തിലൂടെ നോക്കിയാൽ മാറ്റി പറയാൻ കഴിയുമോ? അള്ളാന്റെ റസൂലിന്റെ ശരീരം കിടക്കുന്ന ഏറ്റവും വലിയ ശരീരത്തെക്കാൾ, ആ മണ്ണിനേക്കാൾ വലിയ പവിത്രത എവിടെയാണ് കിട്ടുക? ബഹുമാനപ്പെട്ട കവി പറഞ്ഞതുപോലെ ആകാശത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക, നീലവിഹായുസിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ആകാശത്തിന് നടുവളഞ്ഞിരിക്കുന്നത് കണ്ടോ? ആകാശത്തിലേക്കൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ, ആകാശത്തിലേക്കൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ ആകാശം എങ്ങനെ വളഞ്ഞിട്ടാണ് ഇരിക്കുക? എങ്ങനെയാണ് ആകാശം വളഞ്ഞതെന്നറിയോ? ഭൂമിയുടെ വളവ് കാണാൻ കഴിയില്ല. ആകാശം നോക്കുക, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ആകാശത്തിന്റെ നടുവിങ്ങനെ വളഞ്ഞു കിടക്കുന്നത് കാണാം. എങ്ങനെയാണ് ആകാശത്തിന്റെ നടു വളർന്നതെന്നറിയോ? അനുരാഗത്തിന്റെ കവി പറയട്ടെ, അഭിലാഷത്തിന്റെ കഥ പറയട്ടെ, അഭിവാദയുടെ കഥ പറയട്ടെ. ആ കവി പറയുകയാണ്, ഭൂമി ആകാശത്തെ നോക്കിയിട്ട് അഹങ്കാരം പറയാൻ തുടങ്ങി. ആകാശത്തെ നോക്കിയിട്ട് ഈ ഭൂമി അഹങ്കാരം പറയാൻ തുടങ്ങിയത്രേ. ആകാശമേ, എന്റെ മുകളിലാണ് നിൽക്കുന്നതെന്ന് കരുതി നീ വല്ലാതെ അഹങ്കരിക്കണ്ട. ആകാശമേ, എന്റെ മുകളിൽ നിലനിൽക്കുന്നു എന്ന് കരുതിയിട്ട് ആകാശമേ നീ വല്ലാതെ അഹങ്കരിക്കണ്ട. പവിത്രതയുടെ കാര്യത്തിൽ നിന്നേക്കാൾ ഭാഗ്യവതി ഞാനാണ്. കാരണം എന്തെന്നറിയോ? കാരണം എന്തെന്നറിയോ? അന്ന് ഹോഗയി പുഷ്ടി ബൽക്കേ ജമീൻ സേ. ഇത് കേട്ടപ്പോൾ ആകാശത്തിന്റെ നടുവളഞ്ഞു പോയി. ഭൂമി പറഞ്ഞു, ആകാശമേ ആകാശമേ, എന്റെ മുകളിൽ നിൽക്കുന്നു എന്ന് കരുതിയിട്ട് നിനക്കല്ല പവിത്രത കൂടുതൽ, ഏറ്റവും കൂടുതൽ പവിത്രതയുള്ളത് എനിക്കാണ്. കാരണം എന്തെന്നറിയോ? എന്റെ പള്ളയിലല്ലയോ മുഹമ്മദ് റസൂലുള്ളാഹ്, എന്റെ പള്ളയിലല്ലയോ, എന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലല്ലയോ മുഹമ്മദ് റസൂലുള്ള കിടന്നുറങ്ങുന്നത്? ആകാശമേ, നിന്റെ ഉള്ളിലല്ല. അതുകൊണ്ട് എനിക്കാണ് അള്ളാന്റെ അടുക്കൽ പവിത്രത കൂടുതലെങ്കിൽ ഞാനാണ് ഭാഗ്യവതി എന്ന് മിണ്ടാനറിയാത്ത ഭൂമി പറഞ്ഞ ചരിത്രം കേൾക്കണമെങ്കിൽ അതാരെ കുറിച്ചെന്നറിയോ സഹോദരങ്ങള്? ഇത് കേട്ടപ്പോൾ നാണം കാരണത്താലാണ്, ഇത് കേട്ടപ്പോൾ ലജ്ജ കാരണത്താലാണ് ആകാശത്തിന്റെ നടുവളഞ്ഞിരിക്കുന്നതെന്ന് ലോകത്തിന്റെ കവി പറഞ്ഞു പോയപ്പോ, മണ്ണിൽ കിടക്കുമ്പോൾ മണ്ണ് പോലും അഹങ്കാരം പറഞ്ഞു പോയ, കാറ്റ് പോലും അഹങ്കാരം പറഞ്ഞു പോയി. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണ്. കാരണം എന്തെന്നറിയോ? അനുരാഗം പൂണ്ട ആശിക്കീങ്ങൾ മുഴുവനും മദീനയിലൂടെ തഴുകി തലോടി വരുന്ന എന്നോടാണ് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയാൻ പറഞ്ഞത്. ഇന്നിൽ തിയാരി ഹസ്സബാ യൗമ ലൈലാ അർദിൽ ഹറം ബല്ലഗ സലാമി റൗളതൻ ഫീഹൻ നബിയുൽ മുഹ്തറം. പടിഞ്ഞാറൻ കാറ്റിനോട് പറയുമ്പോ, ഇന്നിൽ തയാരി ഹസ്സബാ, ഇന്നിൽ തിയാരി ഹസ്സബാ. അലമാലകളുടെ മുകളിലൂടെ കപ്പൽ പോകുമ്പോ, കപ്പലിന്റെ മുകൾ തട്ടിൽ നിൽക്കുമ്പോ, ആ കപ്പല് മദീനയുടെ ഭാഗത്തേക്കല്ല, കപ്പലിൽ നിൽക്കുമ്പോ പാഞ്ഞു വരുന്ന പടിഞ്ഞാറൻ കാറ്റിനോട് അനുരാഗത്തിന്റെ ഭാഷയെ, പടിഞ്ഞാറൻ കാറ്റേ നീ പോകുന്നത് മദീനയിലേക്കാണെങ്കിൽ ഇന്നിൽ തിയാരി ഹസ്സബാ, ഇന്നിൽ തിയാരി ഹസ്സബാ യൗമ ലൈലാ അർദിൽ ഹറം. ഏ പടിഞ്ഞാറൻ കാറ്റേ, പടിഞ്ഞാറൻ കാറ്റേ, ഒരു ദിവസം നീ മദീനത്തെത്തുമെങ്കിൽ എന്റെ സലാം നീ ഒന്ന് മദീനത്തെ എന്റെ നായകനോട് പറയുമോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞു വിട്ട കാമുകനോട് സലാം
അലറിയടിക്കുന്ന മന്ദമാരുതൻ പോലും അവകാശവാദം പറഞ്ഞ ഒരു നഗരമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യ മദീനയിലോട്ട് കടന്നു പോകുമ്പോ ആ മദീന വെറും ഒരു നഗരമല്ല, ആ മദീന വെറും ഒരു മണ്ണല്ല. ആ മണ്ണിന് പവിത്രതയുണ്ട്. ആ മദീന നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട, നമ്മുടെ ആദർശമായി ബന്ധപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ നാഗരികതയുടെ ഭൂമിയല്ല. അതുകൊണ്ട് എന്റെ ശബ്ദങ്ങൾക്കൊന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ആദ്യമായി ഞാൻ പറയുന്ന ഒരു വിശ്വാസിയുടെ അടയാളം എന്താ? അവൻ മദീനയെ സ്നേഹിക്കണം, അവൻ മദീനയെ സ്നേഹിക്കണം. നിന്റെ നായകൻ കടന്നവൻ നിന്നോട് മദീനയിലല്ലയോ? ആ മദീനത്തെ നായകനെ സ്നേഹിക്കാൻ, അള്ളാന്റെ റസൂലിന്റെ നഗരത്തെ സ്നേഹിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വിധി നൽകണേ തമ്പുരാനെ, വിധി നൽകണേ തമ്പുരാനെ. മദീന ഞങ്ങളുടെ സ്വപ്നമാകാൻ, മദീന ഞങ്ങളുടെ അനുരാഗമാകാൻ, മദീന ഞങ്ങളുടെ ഏറ്റവും വലിയ ആശയായി മാറാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിലെത്തോടും മദീന എന്ന നഗരമുണ്ടാകണം. മിസിസിപ്പിയിൽ പോകാൻ നിനക്ക് ആഗ്രഹമുണ്ട്, ലോസ് ആഞ്ചലസ് കാണാൻ ആഗ്രഹമുണ്ട്, കെയ്റോ കാണാൻ ആഗ്രഹമുണ്ട്, ന്യൂയോർക്ക് കാണാൻ ആഗ്രഹമുണ്ട്, ലണ്ടൻ കാണാൻ ആഗ്രഹമുണ്ട്, ചിറാപുഞ്ചി കാണാൻ ആഗ്രഹമുണ്ട്. സഹോദരങ്ങളെ, സസ്യശ്യാമളമായി കിടക്കുന്ന മൂന്നാറ് കാണാൻ, പൊന്മുടി കാണാൻ, ഡാർജിലിംഗ് കാണാൻ, മഞ്ഞുകണങ്ങിൽ സസ്യങ്ങളോട് ഒരുമി പിടിച്ച് കിടക്കുന്ന കാശ്മീര് കാണാൻ മനസ്സിലെപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ മനസ്സിലൊരാഗ്രഹം തോന്നാത്തത് അള്ളാന്റെ റസൂലിന്റെ മദീനയൊന്ന് കാണാൻ, ആ മദീനത്തേക്കൊന്ന് കടന്നു ചെല്ലാൻ, ഓ മദീനത്തിന്റെ ഹളത്തിൽ ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ജീവിതത്തിൽ ഇതേവരെ കണ്ണുകൊണ്ട് കാണാത്ത നായകന്റെ മുമ്പിലൊന്ന് സലാം പറഞ്ഞ് തിരിച്ചു വരാന്. അതുകൊണ്ട് സഹോദരങ്ങളെ, മദീന കാണാൻ കഴിയണം, മദീനയെ സ്നേഹിക്കാൻ കഴിയണം. അനുരാഗത്തിന്റെ പ്രതീകമായി മദീന മാറണം. കാരണം മദീന ഒരു മണ്ണ് മാത്രമല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ ആരെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ ആരെന്നറിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ മദീന കാണുന്നവനാണ്. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കാമേ പറയും മനുഷ്യർ, മരിക്കുന്നതിനും അള്ളാഹു മദീന കാണാൻ അള്ളാഹു അവസരം നൽകട്ടെ. പണമുണ്ടായി എന്ന് കരുതി മദീനയിലെത്താൻ പറ്റൂല. പണമുള്ളവരൊക്കെ മദീനത്തെത്തിയിട്ടില്ല. മദീനത്തെത്താൻ ഒരു ഉംറയ്ക്ക് വന്ന 40,000 രൂപ മതി. നിങ്ങൾ ആമീൻ പറയാത്ത എന്താണെന്ന് എനിക്ക്, എൻ്റെ പണമുണ്ട്. കോടിക്കണക്കിന് രൂപ തലേനയുടെ താഴെ വെച്ച് കടന്നു തുടങ്ങിയ ആളുകൾ മദീനത്താണ് മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് മദീനയിലെത്തുന്ന കാര്യത്തിൽ പണത്തിന്റെ കൊഴുപ്പിലെത്താന്ന് കരുതിയാൽ വല്ലാഹി പടച്ചമ്പുരാനെ തന്നെയാണ് സത്യം എത്തൂല. എത്താത്ത ആളുകളുണ്ട്. എത്രയോ ആളുകൾ എൻ്റെ കൺമുമ്പിലുണ്ട്, എത്രയോ ആളുകൾ എൻ്റെ കൺമുമ്പിലുണ്ട്. എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊല്ലം ജില്ലയിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം. കോടിക്കണക്കിന് രൂപയുടെ ബിൽഡിങ്ങൾ ഇപ്പോഴും കൊല്ലം നഗരത്തിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മക്കത്തും മദീനത്തും മാത്രം പോകാൻ കഴിഞ്ഞില്ല. ബാക്കി അദ്ദേഹം ബിസിനസിന്റെ ഭാഗമായി ഏതാണ്ട് 82 രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ബിസിനസിന്റെ ഭാഗമായി കൊല്ലം ജില്ല കണ്ട ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ. ബിസിനസിന്റെ ഭാഗമായി 82 രാജ്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മക്കയും കാണാൻ കഴിഞ്ഞിട്ടില്ല, മദീനയും കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് അള്ളാഹു ചില തൗഫീഖ് നൽകിയവർക്ക് മാത്രമേ അള്ളാഹു ഇത് കൊടുക്കൂ, അല്ലാത്തവർക്ക് അള്ളാഹു ഇത് കൊടുക്കൂല. മദീനയെ മനസ്സിൽ സ്നേഹിക്കുന്നവനെ കൊടുക്കൂ, അല്ലാത്തവന് മദീന കാണാനുള്ള അവസരം അള്ളാഹു കൊടുക്കൂല. കാരണം മദീന വെറും ഒരു മണ്ണല്ല സഹോദരങ്ങൾ, ഇത് വെറും ഒരു മണ്ണായിരിക്കാം. ഡാർജിലിംഗ് വെറും ഒരു മണ്ണായിരിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മാദക നഗരം എന്നറിയപ്പെടുന്ന ലോസ് ആഞ്ചലസ്, ലോകത്തിലെ ഏറ്റവും വലിയ മാദക നഗരമാണ് ലോസ് ആഞ്ചലസ്. സ്വപ്ന നഗരമല്ല, മാദക നഗരം എന്ന് പറഞ്ഞ ഒരു മാദക സുന്ദരിയെ പോലെ വഴിയിലൂടെ നടന്നു പോകുന്ന പുരുഷനെ തന്റെ കാമക്കണ്ണുകൾ കൊണ്ട് വല്ലാതെ ആകർഷിച്ച് തന്റെ ചൂടും അനുഭവിക്കുന്ന വഴിയരികിൽ മലർന്നു കിടക്കുന്ന ഒരു മാദക സുന്ദരിയെ പോലെ നടന്നു പോകുന്നവനെയും കാണുന്നവനെയും വല്ലാതെ വശ്യത കൊണ്ട് മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുന്ന മാദക നഗരമാണ് ലോസ് ആഞ്ചലസ്. ആ ലോസ് ആഞ്ചലസിന് മണ്ണിന്റെ പ്രത്യേകതയുള്ളൂ, പക്ഷെ അതിന് മഹിമയുടെ പ്രത്യേകതയില്ല. ഡാർജിലിംഗിനും ചിറാപുഞ്ചിക്കും അതിന്റെ വശ്യതയുടെ മഹത്വമേയുള്ളൂ, അതല്ലാത്തൊരു മഹത്വമില്ല. അതുകൊണ്ട് പുണ്യ മദീന പറയുമ്പോൾ ഞാൻ കുറെ നാളുകൊണ്ട് പറയണമെന്ന് ആഗ്രഹിച്ചൊരു വിഷയമാണ് മദീന. അത് പറയാൻ തെരഞ്ഞെടുത്തത് ഇവിടെ വന്നു. കാരണം ഇത് മദീനയുടെ വേറൊരു പതിപ്പാണ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കട്ടെ.
ഇപ്പൊ ഇത് ഹദ്ദാദ് നഗർ ഒരു മദീന നഗറായി മാറുകയാണ്. കാരണം മദീനയിൽ നടന്ന ജോലി ഇവിടെ നടക്കുകയാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് 2 ദിവസം കൊണ്ട് പറയാം. ഞാൻ പറയുന്നതും ഇവിടെ തമ്മിൽ നിങ്ങളൊന്ന് കൂട്ടിയോജിപ്പിച്ചോളി. അതാണ് നിങ്ങളുടെ ജോലി. ഞാൻ പറയുന്ന കാര്യവും ഇവിടെ നടക്കുന്ന ഈ മഹർ 2012 പരിപാടിയും ഇത് രണ്ടും കൂടി നിങ്ങളൊന്ന് യോജിപ്പിച്ച് നോക്കുക. എന്നിട്ട് മദീനയുടെ ഒരല്പമെങ്കിലും ഈ ചെറിയ മണ്ണിൽ കാണാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. എങ്കിൽ തീർച്ചയായും ഈ സദുദ്ദേശം വിജയിച്ചു എന്ന് ഞാൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സമൂഹ വിവാഹങ്ങൾ ധാരാളം നടക്കാറുണ്ട്. ഞാൻ ഇഷ്ടംപോലെ വിവാഹങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും സമൂഹ വിവാഹത്തെ വിമർശിച്ച് സംസാരിക്കുന്ന ആളാണ്. സമൂഹ വിവാഹത്തെ വല്ലാതെ വിമർശിച്ച് സംസാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇതിൽ പങ്കെടുക്കാമെന്ന് സംഭവിച്ചു. സമൂഹ വിവാഹത്തെ ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല. പരസ്യമായിട്ടൊരു വിവാഹം നടക്കുമ്പോൾ ഞാൻ എന്ത് വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. അങ്ങനെ ഒരു ദുസ്വഭാവം എനിക്കുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ അള്ളാഹ് ഇഷ്ടപ്പെടണമല്ലോ. ഞാൻ പറയുന്ന അള്ളാഹ് ഇഷ്ടപ്പെടണമല്ലോ. ആരുടെയെങ്കിലും തൃപ്തി മനസ്സിലാക്കിയിട്ട് മനസ്സിലൊന്ന് മൂടി വെച്ചാൽ അത് അള്ളാഹ്ക്ക് ഹിതകരമല്ലല്ലോ. പിന്നെ അഹമ്മദ് കബീറിന് എന്താ ഈ നാക്കിന് പ്രത്യേകതയുള്ളത്? ആരെങ്കിലും പഠിപ്പിച്ചതുപോലെ തത്തമ്മേ പൂച്ച പൂച്ചെന്ന് പറയണ മാതിരി പറയാനാണ്. പിന്നെ ഈ നാക്കിനെന്താ പ്രത്യേകതയുള്ളത്? അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫത്തൈൻ. ഖുർആനിലെ ആയത്തുണ്ട്, അലം നജ്അൽ ലഹു ഐനൈനി, 2 കണ്ണുകളെ ഞാൻ നിനക്ക് നൽകിയില്ലയോ, വലിസാനൻ, പിന്നെ ഒരു നാവിന്, വശഫത്തൈനി, 2 ചുണ്ടുകളുടെ ഇടയിലുള്ള ഒരു നാവിന്. അള്ളാഹ് എന്തിനാണ് ആദ്യം 2 കണ്ണിനെ പറഞ്ഞിട്ട് പിന്നെ ഒരു നാവിനെ പറഞ്ഞത്? ആയത്ത് വെറുതെ ഓതിയാ പോലുള്ള പഠിക്കണ്ടേ? അള്ളാഹ് എന്തിനാ ആദ്യം 2 കണ്ണ്, എന്നാ പിന്നെ നാക്ക് പറഞ്ഞിട്ട് കണ്ണ് പറഞ്ഞാൽ പോരെ? അള്ളാഹ് പറഞ്ഞെന്താണെന്നറിയോ? നീ 2 കണ്ണുകൾ കൊണ്ട് കാണുന്ന സത്യം വിളിച്ചു പറയാനുള്ളതാണ് നിന്റെ നാവ്. അലം നജ്അൽ ലഹു ഐനൈൻ, നിനക്ക് 2 കണ്ണുകൾ തന്നത് ആ കണ്ണുകൾ കൊണ്ട് കാണുന്ന സത്യം ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാനാണ്. വലിസാനൻ, നിനക്കൊരു നാവിനെ ഞാൻ തന്നത്. അതുകൊണ്ട് അത് വിളിച്ചു പറയണം. ഞാനതിനെ ഏറ്റവും വിമർശിക്കാനുള്ള കാരണം, ഒരു സമൂഹ വിവാഹം നടക്കുമ്പോൾ ആ വിവാഹത്തിന് പങ്കെടുക്കുന്ന ആളുകൾ സാമ്പത്തികമായി വളരെയേറെ ലോയായ ഒരാളുകളായിരിക്കും. അപ്പൊ ഇത്ര ആളുകൾ ഒരു സമൂഹ വിവാഹം നടത്തി അവർക്കൊരു 10 പവന്റെ സ്വർണവും പിന്നെ 1 ലക്ഷം രൂപയും കൊടുത്ത് 2 ലക്ഷം രൂപയും കൊടുത്ത് കല്യാണം കഴിഞ്ഞു. ഏറ്റവും അവസാനം 30 ദിവസം കഴിയുമ്പോൾ ഈ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ ആ 10 പവൻ ഊരി 1 ലക്ഷം രൂപയും മേടിച്ച് അവൻ പിന്നെ പോകും. ഇവക്കൊരു കുട്ടിയാകും. പിന്നെ ഇവളെയും ഈ കുട്ടികളെ കെട്ടിച്ചു വിടേണ്ട ജോലി അടുത്ത ആളുകൾ ഏറ്റെടുക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു അപാകത. പക്ഷെ ഇക്കാര്യത്തിൽ മകൻ 2012 സംഘാടകരെ ഞാൻ വളരെയേറെ അഭിനന്ദിക്കുകയാണ്. ഇക്കാര്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ മൈക്ക് സെറ്റിന്റെ ചെയിൻ ബ്ലോക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ TV-യിലെ പരസ്യമോ അല്ലെങ്കിൽ ഈ സ്റ്റേജോ ഒന്നുമല്ല. ഇതാർക്കും ചെയ്യാൻ കഴിയും. ലോകത്താർക്കും ചെയ്യാൻ പറ്റില്ല അല്ലേ? പൈസ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. ഇതതില്ലാഞ്ഞിട്ട് അവർ ചെയ്തു. അപ്പൊ പിന്നെ എന്താ കഴിയാത്തത്? എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരൊറ്റ കാര്യം, ഇതിന്റെ ചെയർമാൻ സലീം സാഹിബ് എന്നോട് പറഞ്ഞു, വിവാഹം നടക്കുന്നതിന് മുമ്പ് ആ വധുവിനെയും വരന്മാരെയും വീട്ടിൽ വിളിച്ചു വരുത്തി അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്തു. ഇതിലൂടെ ഞങ്ങൾ എന്താണ് നടത്തുന്നത് എന്ന്. ഏറ്റവും മഹത്തരമായ കാര്യം ഇക്കാര്യത്തിൽ ഇവർ ചെയ്ത പ്ലസ് പോയിന്റ് അതാണ്. ആ വധുവിനെയും വരന്മാരെയും വിവാഹത്തിന് മുമ്പ് വിളിച്ചു നിർത്തി അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളുമായി ഒരു കൗൺസിലിംഗ് നടത്തി. അവരോട് പറഞ്ഞു, ഇതൊരു സമൂഹ വിവാഹം മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയുടെ വഴിത്താരയാണെന്ന് അവരോട് ജീവിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് അവരെ വിവാഹത്തിലേക്ക് കൊണ്ടുവരിക. ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് ഇപ്പൊ ഞാൻ വന്നപ്പോൾ പറഞ്ഞ അക്കാര്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹ വിവാഹത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ്. അതല്ലെങ്കിൽ ഈ വിവാഹം പരാജയപ്പെട്ടു പോകും. അള്ളാഹു ഇതിനെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ 1000 വട്ടം അഭിനന്ദിക്കുന്നു. രണ്ടാമത് സ്ത്രീധനമല്ല. 1 5 പവന്റെ സ്വർണം ഓരോ പെൺകുട്ടികൾക്ക്, അല്ലെ? ഓരോ പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്യുന്ന ആൾക്ക് അവർക്ക് 2 പേർക്കും ജീവിക്കാൻ വേണ്ടി ഓരോ ഓട്ടോറിക്ഷയും. ഇത് വല്ലാത്ത ഹൗദിൻ അദീം ഉള്ളവർക്ക് അല്ലാതെ ചെയ്യാൻ പറ്റും. അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈ സദുദ്ദേശത്തിന്റെ പ്രതിഫലം അള്ളാഹു കുടുംബത്തിലും ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിന്റെ സംഘാടകർ ഇൻഷാ അല്ലാഹ് ഇതിന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം 4 കാര്യങ്ങളാണ്. നാളെ അത് പറയാം. ഇത് നടത്തുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? നമ്മുടെ ഖുർആൻ, ഫിദൗൽ ഖുർആന്റെ വെളിച്ചത്തിൽ അത് ഇൻഷാ അല്ലാഹ് നാളെയാണ്. അള്ളാഹു ഈ സംഘാടകർക്ക് അതിനെ നല്ല പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാര്. ഈ അള്ളാഹ് കൊടുക്കുന്ന പ്രതിഫലം എല്ലാം കൂടെ അവർക്ക് കൊടുത്താൽ മതി, നമുക്കും വേണ്ടേ?
നിങ്ങൾ വെറുതെ കേട്ടിട്ട് പോയി. ഇത് നടത്തുന്നതിന്റെ പ്രതിഫലം അവർക്ക് മാത്രം എടുത്താൽ പോരല്ലോ, നമുക്കും വേണ്ട ഈ പ്രതിഫലം. 4 പ്രതിഫലം കിട്ടി. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ മാത്രം വെച്ച് ഈ സമൂഹ വിവാഹം നടക്കുന്നതിന്റെ പ്രതിഫലം എന്താണ് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അള്ളാഹു ആഫിയത്ത് നൽകി. അതിനുവേണ്ടിയാണ് പുണ്യ മദീന ഞാൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതിനും കൽവിലൊരു ആഗ്രഹമാണ്. ഏതിനും ഒരു അവയവമുണ്ട്, ഹൃദയം. അതിലൊരാഗ്രഹം ഉണ്ടാവണം. വെളിയിലെ പത്രാസും വെളിയിലെ പ്രതാപവും വെളിയിലെ പണവുമല്ല, മനസ്സിന്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടാകണം. കഴിയും. ഇൻഷാ അല്ലാഹ് അടുത്ത മഹർ 2013 10 പേരുടെ വിവാഹമായിരിക്കും. അള്ളാഹു കബൂലാക്കട്ടെ. അമീൻ പറയാത്ത എന്താ? അവര് കഴിയണം ഇതെങ്കിലും ഒന്ന് കഴിച്ചിനായി കിട്ടിയെന്ന് പറഞ്ഞാൽ അവരിരിക്കുക ഇല്ല. ഇൻഷാ അല്ലാഹ് ഇത് ഏറ്റവും നന്നായിട്ട് നടക്കും. അള്ളാഹു കബൂലാക്കട്ടെ. അതിനാദ്യം ഒരാഗ്രഹം ഉണ്ടാകണം. ഏതാഗ്രഹം? മദീനയെ കുറിച്ചുള്ള ആഗ്രഹം. ഞാൻ പറയുന്നു, ഈ സഹജീവികളെ സ്നേഹിക്കുക എന്ന ലോകത്തിന്റെ ബാലപാഠം ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തത് ആരെന്നറിയുമോ? മദീനയാണ്. അതുകൊണ്ട് ആദ്യം മദീന പരിചയപ്പെടുക. കാരണം ആ മദീനയുടെ പ്രതിഫലം വല്ലാത്ത പ്രതിഫലമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാണ്? ഏറ്റവും വലിയ ഭാഗ്യവാൻ അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മദീനയിൽ കാലു ചുറ്റിയവരാണ്. പക്ഷെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ ആരെന്നറിയുമോ? വിവാഹം കഴിഞ്ഞിട്ട് സന്താനങ്ങളില്ലാത്തവരല്ല, ജീവിതത്തിൽ കിടന്നുറങ്ങാൻ ഒരു ചട്ടയില്ലാത്തവനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ കപ്പിനും ചുണ്ടിനും ഇടയിൽ ഏറ്റവും വലിയ മഹാഭാഗ്യം നഷ്ടപ്പെടുത്തിയവനല്ല. കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ? ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാ? എന്റെ ശബ്ദം കേൾക്കാൻ ഒരിക്കൽ കൂടി ഈ കാഞ്ഞങ്ങാടിന് മണ്ണിൽ, ഈ ഹത്താദ് മണ്ണിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അനുരാഗത്തിന്റെ ഭാഷയിൽ അഹമ്മദ് കബീർ ഒരു വാക്ക് പറയട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാ? സഹോദരങ്ങളെ, ഗൾഫിൽ 4 പ്രാവശ്യം പോയിട്ട് ബിസിനസ് തൊട്ടിട്ട് മടങ്ങി വന്നവനല്ല. ഈ ദുനിയാവിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരെന്നറിയോ? ബഹുമാനപ്പെട്ട പറഞ്ഞതുപോലെ അള്ളാന്റെ റസൂലിന്റെ മനസ്സെന്ന കൊട്ടാരത്തിന്റെ മാണിക്യ കുയിലാക്കി വെച്ച, അള്ളാന്റെ റസൂലിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ച ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുരാഗികൾ പറഞ്ഞു, ലോകത്തിലെ അവൻ ഏറ്റവും വലിയ നിർഭാഗ്യവാനാരാണ്? ആരെന്നറിയുമോ? മദീനത്ത് കാല് ചവിട്ടാൻ അവസരം ലഭിച്ചിട്ട്, അള്ളാന്റെ റസൂല് കിടന്നുറങ്ങുന്ന മദീനത്തെ മണ്ണിൽ കാല് ചവിട്ടാൻ അവസരം ലഭിച്ചിട്ട് ആ മദീനത്തെ മണ്ണിൽ നിന്ന് തിരിച്ചു സ്വന്തം നാട്ടിലെ കാര്യം വന്നോ, അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനെന്ന്. സഹോദരങ്ങളെ, അനുരാഗത്തിന്റെ ഭാഷയാണിത്, അനുരാഗികളുടെ ആശിക്കങ്ങളുടെ ഭാഷയാണിത്. പ്രേമനായകൻ ഉറങ്ങുന്ന വസതിയുടെ അടുക്കൽ ചെന്നിട്ട് ആ നഗരത്തിന്റെ പുരിഞ്ഞ മണ്ണ്, സഹോദരങ്ങളെ, ആ സുന്ദരമായ ചുറ്റുപടുത്ത മണലാരണ്യത്തിന്റെ നടുവ് കടൽ തീരത്ത് കിടക്കുന്ന മണ്ണിന് വല്ലാത്ത ഉപ്പുരസമാണ്. 7 കടൽ തീരത്തെ മണ്ണിനും ഉപ്പുരസമാണ്. പക്ഷേ സഹോദരങ്ങളെ, കരയിലെ ഏതെങ്കിലും മണ്ണിന് ഉപ്പുരസമുണ്ടെങ്കിൽ ആ ഉപ്പുരസമുള്ള മണ്ണേടെന്നറിയോ? ഏറ്റവും വലിയ മണ്ണേടെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ ചുവട്ടിൽ കിടക്കുന്ന മണ്ണില്ലയോ? ആ മണ്ണെടുത്താൽ വല്ലാത്ത ഉപ്പുരസമാ. കാരണം എന്തെന്നറിയോ? കടൽ വെള്ളത്തിന്റെ ഉപ്പുരസമല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഓടി വന്നിട്ട് അവരവരുടെ വിഷമങ്ങൾ ഉറക്കെ പറഞ്ഞ് കരഞ്ഞ് കണ്ണിലൂടെ കണ്ണുനീര് തടം തള്ളിയാ തുടങ്ങി. ഓരോ ദിവസവും ഓടി വരുന്ന ലക്ഷങ്ങളുടെ കണ്ണുനീർ പ്രവാഹം പെയ്തിറങ്ങി. ആ കണ്ണുനീരിന്റെ ഉപ്പുരസം കൊണ്ട് ഏതെങ്കിലും മണ്ണിന് ഉപ്പുരസമുണ്ടെങ്കിൽ ആ ഉപ്പുരസമുള്ള മണ്ണേടെന്നറിയോ? അത് മദീനത്തെ മണ്ണാണ്. വെള്ളക്കാരനും കറുത്ത വർഗക്കാരനും, പണ്ഡിതനും പാമരനും കുബേരനും കുബേരനും ഒരേപോലെ പൊട്ടിക്കരയുന്ന മണ്ണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഹജ്ജിന് വേണ്ടി പോകുമ്പോ അറിയാതെ വിനീതനും കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ ഓരത്ത് വന്ന് മദീനത്തെ മണ്ണിന്റെ പ്രത്യേകത എന്താ? ആയിരക്കണക്കിന് ആളുകളുടെ കൃഷ്ണായാനങ്ങളുടെ സംഗമഭൂമി. അവന്റെ ജീവിതത്തിന്റെ ഇന്നലകളിലൂടെ നടന്നു പോകുമ്പോ ചെയ്തുപോയ അപരാധങ്ങൾ മുഴുവനും എണ്ണി പറഞ്ഞ് പൊട്ടിക്കര
പറയാനുള്ള ലോകത്തിന്റെ ഏറ്റവും വലിയ ആലംബത്തിന്റെ ഭൂമിയെ മദീന. ഓ മദീനത്തിന്റെ റൗളാ ശരീഫിന്റെ മണ്ണുണ്ടല്ലോ, ആ മണ്ണിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ മണ്ണിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആശികീങ്ങളായ കവിമാര് പാടിയതെന്തെന്നറിയോ? ആ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ ഓരത്ത് കിടക്കുന്ന ഒരു പിടി മണ്ണെടുത്തിട്ട് ജന്മനാ അന്ധനായി പോയൊരു മനുഷ്യനെങ്ങാനും ആ മണ്ണെടുത്തിട്ട് കണ്ണിലൊന്ന് സുറുമയിട്ട എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പൊന്നുമോനെ കാസർഗോഡ് ടൗണിൽ ഇർഫാബത്താൻ വരുന്നതും കാത്തിരിക്കുമ്പോ ആയിരക്കണക്കിന് ബോളിവുഡിന്റെ സിനിമാ താരങ്ങള് മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുമ്പോ ഞാൻ ഇന്ന് ഏറനാട് എക്സ്പ്രസിലെ കാഞ്ഞങ്ങാട് ടൗണിൽ ഇറങ്ങി അവിടെ നിന്ന് സംഘാടകരുടെ കൂടെ കടന്നു വരുമ്പോ ഞാൻ കണ്ടു മാപ്പിള ഗാനമേളയും കലാമേളയും തുള്ളിക്കളിക്കുകയാണ്. മാപ്പിള ഗായകരോട് കടന്നു വരികയാണ്. പൊന്നുമോനെ പൊന്നുമോനെ, ആ സംഗീതത്തിന് ആർഭാടം കേട്ടിട്ടല്ല നിന്റെ ഹൃദയം തുടികൊട്ടേണ്ടത്. ആരുടെ സംഗീതം കേട്ടിട്ടാ? ആബിദ് കണ്ണൂരിന്റെ സലിം കോടത്തൂരിന്റെ മാസ്മരിക സംഗീതം കേട്ടിട്ടല്ല. പൊന്നുമോനെ, നിന്റെ ഹൃദയം മറക്കണം, നിന്റെ കണ്ണ് തുടിക്കണം, നിന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തൊടുക്കണം. എപ്പോഴെന്നറിയോ? ആ റൗളാ ശരീഫിന്റെ ഓരത്ത് കിടക്കുന്ന ഒരൽപ്പം മണ്ണെടുത്ത് കണ്ണിലോട്ട് സുറുമയിട്ടാൽ ജന്മനാ അന്ധനായി പിറന്ന മനുഷ്യന്റെ പോലും കാഴ്ചശക്തി തിരിച്ചു കിട്ടിയിട്ട് അവൻ അല്ലാഹുവിന്റെ അർശ് പോലും കാണാൻ പ്രാപ്തിയുണ്ടാകുമെന്ന് ആശിഖീങ്ങൾ പാടിക്കൊടുത്ത മത്താഉ കഹീലു മിൻ തറാക ജുഫൂനി മത്താഫൂസു ബിനറത്തിൻ മിൻ സയ്യിദി. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ ചാരത്ത് കിടക്കുന്ന ഒരു പിടി മണ്ണെടുത്തിട്ട് എനിക്കപ്പോഴാണ് ഒന്ന് കണ്ണിന് സുറുമയിടാൻ കഴിയുന്നതെന്ന് ആശിഖീങ്ങള് പാടിപ്പോയൊരു നഗരമുണ്ടോ? ആ നഗരം ഒരേ ഒരു നഗരം മാത്രമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മദീന. അല്ലാഹുവിന്റെ റസൂലിന്റെ ലോകത്തിന്റെ ഈമാനിന്റെ ക്യാപിറ്റൽ സിറ്റി മദീനത്തുൽ മുനവ്വറ. ഓ മദീനത്തുൽ മുനവ്വറയിൽ ഒന്ന് കാല് ചവിട്ടിയിട്ട് ആ മദീനയിൽ നിന്ന് തിരിച്ച് സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു വന്നവന് ഹദ്ദാദ് നഗറിലോ മൗവലിലോ പൗവലിലോ ഈ കാസർഗോഡേക്ക് തിരിച്ചു വന്നവന് അവൻ ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാ. കാരണം എന്തെന്നറിയോ? സഹോദരങ്ങളെ, ജീവിതത്തിൽ കൈവെള്ളയിൽ വന്ന ഭാഗ്യം നഷ്ടപ്പെടുത്തിയവനാ, കൈവെള്ളയിലുള്ള ഭാഗ്യം നഷ്ടപ്പെടുത്തിയവനാ. ആ ഭാഗ്യമൊത്തപ്പോ കഴിഞ്ഞ ഹജ്ജിന് പോയപ്പോ എന്റെ കൂടെ 206 ഹാജിമാരുണ്ട്. മദീനത്ത് വെച്ച് അവർക്ക് ക്ലാസ് എടുക്കുമ്പോ അവസാനം റസൂലുള്ളാഹിയുടെ റൗളാ ശരീഫ് കാണാം. ഹോട്ടൽ മുറിയിലിരുന്ന ആ റസൂലുള്ളാഹിയുടെ കുബ്ബത്തുൽ ഖദറാ കാണാം. പച്ചക്കുബ്ബ കണ്ടുകൊണ്ട് ഹാജിമാർക്ക് ക്ലാസ് എടുക്കുമ്പോ അവരോട് ഞാൻ പറഞ്ഞു പോയി, നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ. എന്തിനാണ് ഉസ്താദേ ദുആ ചെയ്യുന്നത്? അവിടെ ഇരുന്നു കൊണ്ട് അനുരാഗത്തോടെ ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി, ഈ മദീനത്ത് കിടന്ന് എനിക്കൊന്ന് മരിക്കണം. ഞാൻ എന്റെ വീട്ടിലേക്കില്ല, ഈ മദീനത്ത് കിടന്ന് മരിക്കാണ്. അഹമ്മദ് കബീറിനൊരു ഭാഗ്യം കിട്ടാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? അവരെല്ലാവരും പെട്ടെന്നോട് പറഞ്ഞു, എന്താ ഉസ്താദേ പറയുന്നത്? നിങ്ങളുടെ വയല് കേട്ട് കൊതി തീർന്നിട്ടില്ല, നിങ്ങളുടെ ക്ലാസ് കേട്ട് കൊതി തീർന്നിട്ടില്ല, വീട്ടിലെ മക്കള് കാത്തിരിക്കുകയല്ലേ, എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങളും ആഗ്രഹിച്ചു പോകും. എന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് പറഞ്ഞു. എന്റെ പുണ്യമദീന തുടങ്ങുകയാണ്. ആ മദീനത്തിന്റെ ഏറ്റവും വലിയ പ്രാമുഖ്യം ഏതെന്നറിയോ? പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ല, ഇവിടെ നിന്ന് ഗൾഫിലോട്ട് പോകുന്നത് ജീവിക്കാനാ, ഇവിടെ നിന്ന് ബഹ്റൈനിലോട്ട് പോകുന്നത് ജീവിക്കാനാ, ഇവിടെ നിന്ന് സൗദിയിലേക്ക് പോകുന്നത് ജീവിക്കാനാ, ഇവിടെ നിന്ന് ഷാർജയിൽ പോകുന്നത് ജീവിതം കരിപ്പിടിപ്പിക്കാനാ, ഇവിടെ നിന്ന് അബൂദബിയിൽ പോകുന്നത് ജീവിക്കാൻ വേണ്ടിയാ. പക്ഷേ ഇവിടെ നിന്ന് മദീനയിൽ പോകുന്നത് ജീവിക്കാനല്ല, അവിടേക്ക് പോകുന്നത് മരിക്കാനാണ്, മരിക്കാനാണ്, മരിക്കാനാണ്. മരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകണോ? അതേത് നാടെന്നറിയുമോ? അബൂദബിയിലല്ല, ഷാർജയിലല്ല. പൊന്നു ചെറുപ്പക്കാരെ, ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പഞ്ചക
കണ്ടപ്പോ വചനമുണ്ടെങ്കിൽ മദീനയിലേക്ക് പോകുന്നത് ജീവിക്കാനല്ല, മദീനയിലേക്ക് പോകുന്നത് മരിക്കാനാണ്, മരിക്കാനാണ്, മരിക്കാനാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലല്ലയോ പറഞ്ഞത്, മനിസ്തതാഅ മയ്യമുത്തു ഫിൽ മദീന ഫൽയമുത്തു ഫിൽ മദീന. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആർക്കെങ്കിലും മദീനത്ത് കടന്ന് മരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ, ആർക്കെങ്കിലും മദീനത്ത് കടന്ന് മരിക്കാൻ കഴിഞ്ഞാൽ, ആർക്കെങ്കിലും മദീനയിൽ കിടന്ന് മരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ മദീന, അവൻ മദീനയിൽ കിടന്ന് മരിച്ചു കൊള്ളട്ടെ. ആർക്ക് മരിക്കാൻ അവസരം കിട്ടിയോ അവൻ എന്റെ ഈ മണ്ണിൽ കിടന്ന് മരിക്കട്ടെ. എന്തെന്നറിയോ, നാളെ പരലോകത്ത് അവന് വേണ്ടി സ്വർഗത്തിന് ഞാൻ ശുപാർശ ചെയ്യുമെന്ന്. നാളെ അവന് സ്വർഗത്തിന് വേണ്ടി, നാളെ ഞാൻ അവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, മദീന മരിക്കാൻ ആഗ്രഹിക്കുന്ന നാട്, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നാടല്ല. ആ മദീനയിൽ ചെന്ന് മരിക്കണം, മദീനത്ത് കിടന്ന് മരിക്കണം. ആ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യ മറന്നു, ഞാൻ എൻ്റെ പൊന്നുമക്കളെ മറന്നു. സഹോദരങ്ങളെ, എന്നെ കാത്തിരിക്കുന്ന എൻ്റെ മക്കളെ ഞാൻ മറന്നു. ആ സമയത്ത് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യ മദീനയിൽ കിടന്ന് മരിക്കണം. മനിസ്തതാഅ മിൻകും മയ്യമുത്തു ഫിൽ മദീന ഫൽയമുത്തു ഫിൽ മദീന. അവിടെ കിടന്ന് മരിക്കാൻ അവസരം കിട്ടുന്നവന് ആ മദീനത്ത് കിടന്ന് മരിച്ചു കൊള്ളട്ടെ. നാളെ അവന് വേണ്ടി ഞാൻ സ്വർഗത്തിന് ശുപാർശ ചെയ്യുമെന്ന്. ഇതിനേക്കാൾ വലിയ ഇനിയൊരു ലാഭം ഈ ദുനിയാവിൽ എന്ത് നേടാൻ? അതിനേക്കാൾ വലിയൊരു ലാഭം ഈ ജന്മം കൊണ്ടിന് എവിടെ നേടാനാണ്? അല്ലാഹുവേ, അല്ലാഹുവേ, മദീനയോടുള്ള അനുരാഗം ഞങ്ങളുടെ മനസ്സിൽ നീ നിറയ്ക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, മദീന ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലാവണം. ദിൽ തടപ്താ മജൽ താരെ മേരാ ജബ് ആതാ ഹെ ഹജ്ജ് കാ മദീന. ദുൽഹജ്ജിന്റെ മാസം എത്തുമ്പോ എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. മദീന കാണാമല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുബ്ബ കാണാമല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതുകൊണ്ടാണ് ഇമാമു ദാരിൽ ഹിജ്റ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി മദീനത്ത് തന്നെ കടന്നുറങ്ങിയത് മദീനത്ത് മരിക്കാൻ വേണ്ടി, മദീനത്ത് മരിക്കാൻ വേണ്ടി. ഇതാണ് മദീനയുടെ പ്രത്യേകത. എല്ലാം പറഞ്ഞേക്കാനുള്ള സമയം നമുക്കില്ല. ഇതാണ് മദീനയുടെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ മദീനയിലുള്ള അനുരാഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയോട് മാത്രമല്ല, മദീനയോട് മാത്രമല്ല, അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, മൻ ഖാദ അഹ്ലൽ മദീന. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നന്നായിട്ട് കേട്ടോളി, ഗൾഫിൽ പോയി മദീനത്തൊക്കെ ജോലി ചെയ്യുന്നവർ നന്നായിട്ട് കേട്ടോളി. മൻ ഖാദ അഹ്ലൽ മദീന, ആരെങ്കിലും എന്റെ മദീനത്തെ നാട്ടുകാരെ വഞ്ചിച്ചാൽ, അന്നത്തെ നാട്ടുകാർ മാത്രമല്ല ഇന്നത്തെ നാട്ടുകാരും. ഇവിടെ നോക്കി, മദീനയിലൊക്കെ കച്ചവടം ചെയ്യാൻ ആളുകളുണ്ടല്ലോ, ധാരാളം ആളുകളുണ്ട്. അല്ലാഹു നല്ല ബറക്കത്ത് കൊടുക്കട്ടെ. ചെറുക്കളയിലുള്ള ഒരു സുഹൃത്തുണ്ട് മദീനയിലാണ്, അല്ലാഹു നല്ല ബറക്കത്ത് കൊടുക്കട്ടെ. മദീന വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു നാടാണ് മദീന. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ ഖാദ അഹ്ലൽ മദീന, ആരെങ്കിലും എന്റെ നാട്ടുകാരായ മദീനക്കാരെ വഞ്ചിച്ചാൽ, മദീനത്തെ അറബികളെ ആര് വഞ്ചിക്കുന്നുവോ, മദീനക്കാരെ ആര് വഞ്ചരിക്കുന്നുവോ, വെള്ളത്തിൽ കിടന്ന് ഉപ്പ് അരിയുന്നത് പോലെ അവൻ ജീവിതത്തിൽ അരിഞ്ഞില്ലാതായി തീരുമെന്ന്. എന്റെ നാട്ടുകാരെ ആര് പറ്റിക്കുന്നുവോ, മദീനത്തെ നാട്ടുകാരെ, മദീനക്കാരെ ആര് വഞ്ചിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നുവോ, അവൻ വെള്ളത്തിൽ ഉപ്പ് അരിഞ്ഞു വീഴുന്നത് പോലെ അവൻ ജീവിതത്തിൽ ഉരുകി 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 അവൻ ഇല്ലാതായി പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ സലാത്തില്ലാത്തത്? ഇത് സലാത്ത് കൊണ്ട് മുഖരിതമാകേണ്ട സദസ്സ. എന്റെ എല്ലാ പ്രസംഗവും ഇത് മദീനയാണ്. മദീന, മദീന പറയുമ്പോ സലാത്തില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്ത് പറയും? ഇവിടെ സലാത്ത് പറയണേ? എന്താ ഇത് മനുഷ്യരെ, നിങ്ങൾ ഇത്രയും വന്നിട്ട് മദീനയുടെ ഒരു ആഗ്രഹം ഉണ്ടായില്ലേ?
മദീന എന്ന് പറയാൻ തന്നെ ഒരു യോഗ്യത. മദീനയുടെ ആദ്യത്തെ പേര് യഥരിബ് എന്നാണ്. മദീനയുടെ ആദ്യത്തെ പേര് യഥരിബ് എന്നാണ്. ഇപ്പൊ ആരെങ്കിലും മദീനയിൽ പോയിട്ട് മദീന എന്നുള്ള പേര് പറയാതെ യസ്രിബ് എന്ന പേര് പറഞ്ഞാൽ, റസൂലുള്ളാഹിയാണ് ആ പട്ടണത്തിന് മദീന എന്ന് പേരിട്ടത്. ആരെങ്കിലും അവിടെ ചെന്നിട്ട് ഇത് യസ്രിബാണെന്ന് പറഞ്ഞാൽ അവൻ 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയും. എന്താ നിങ്ങൾ കരുതിയത്?